സമരം SSPC സിന്ദാബാദ് SSPC സിന്ദാബാദ് പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കും സമരം ചെയ്യാൻ ഉജ്ജ്വലമായൊരു സംഘടന SSPC സിന്ദാബാദ് മെഡിസപ്പിലെ അപാധകൾ പരിഹരിക്കുക പെൻഷൻ ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമാശ്വാസം ഉടനെ നൽകുക കുടിശ്ശിക DA ഉടനെ നൽകുക പ്രക്ഷോഭ സമരം സിന്ദാബാദ് SSPC സിന്ദാബാദ് ഇൻക്വിലാബ് സിന്ദാബാദ് SSPC സിന്ദാബാദ് പ്രക്ഷോഭ സമരം സിന്ദാബാദ് സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കാൻ SSPC മുന്നോട്ട്. കേരളത്തിലെ പെൻഷൻകാരുടെ സംഘടന, അതായത് 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഘടന രൂപീകരിച്ചിട്ട്. ഈ സംഘടന ഇന്ന് കേരളത്തിലെ എല്ലാ ട്രഷറി ഓഫീസുകൾക്ക് മുന്നിലും പ്രക്ഷോഭ സമരത്തിന്റെ മുന്നോടിയായിട്ട് ജൂൺ 2 മുതൽ 5 വരെ പ്രക്ഷോഭ സമരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയെല്ലാം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത് നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ കുടിശ്ശിക ക്ഷാമാശ്വാസം, കുടിശ്ശിക DA, നമ്മുടെ മെഡിസപ്പിലെ അപാധകൾ തുടങ്ങിയവയെല്ലാം നമ്മൾ വളരെ കാലം ചർച്ച ചെയ്തതാണ്. ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭ സമരങ്ങൾ വളരെ അംഗീകരിക്കപ്പെട്ടതാണ്. ഈ ഒരു അവസരത്തിൽ ഈ പ്രക്ഷോഭ സമരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ നമ്മുടെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. ആ പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഹമീദ് സാറ്, പൃഥ്വിരാജ് സാറ്, മറ്റു നേതാക്കന്മാര് ഉടനെ എത്തുന്നുണ്ട്. അവർക്കെല്ലാം ഇത് കേൾക്കുവാൻ ഇവിടെ ഇരിക്കുന്നവർ ഓരോരും വളരെ ശ്രദ്ധയോടെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നാം അല്ലാതെ മറ്റാരും തന്നെ ഉണ്ടാവുകയില്ല. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ശരി, പെൻഷൻകാർ നേടിയെടുത്ത പെൻഷൻകാരുടെ അവശതകൾ സർക്കാർ ഗൗനിക്കുന്നില്ല. ഈ അവസരത്തിലും സർക്കാർ മറ്റ് പലർക്കും വാരിക്കോരി അവരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഇത് നമ്മളെ സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രക്ഷോഭ സമരം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ചൂലിക്കാടിനെ ക്ഷണിക്കുന്നു. പെൻഷൻ സുഹൃത്തുക്കളെ, ഇന്ന് സംസ്ഥാനത്തിലെ മുഴുവൻ ട്രഷറികളും സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള വിശദീകരണ യോഗങ്ങൾ ഇന്നു മുതൽ 5-ാം തീയതി വരെ കേരളത്തിലെ മുഴുവൻ ട്രഷറികളിലും ഈ ക്യാമ്പയിൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം പ്രക്ഷോഭങ്ങൾ നടത്താത്തതെന്നുള്ളത് സംബന്ധിച്ച് കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകളൊക്കെ തന്നെ ട്രഷറി കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചും ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് നമ്മൾ നടത്തുന്ന ക്യാമ്പയിൻ. കേരളത്തിലെ പെൻഷൻകാരുടെ മനസ്സിലേക്ക് നമ്മുടെ അവകാശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതറിയാം. അങ്ങനെ അറിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വേണ്ടേ ഇതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ? ആ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ആരെങ്കിലും വേണമെന്നുള്ളതാണ് നമ്മുടെ ലോകത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സമരങ്ങളും. ആ സമരങ്ങളൊക്കെ വിളിച്ചോതുന്നത് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ അവകാശങ്ങൾക്ക് ആരെങ്കിലും വിലയിടൂ. അതാണ് കേരളത്തിൽ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സമരമല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അത് ഇടതുപക്ഷമായാലും UDF ആയാലും ഇടതുപക്ഷമായാലും ആര് ഭരിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട്. ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം. അതാണ് നമ്മൾ പറയുന്നത്. കേരളത്തിലെ മെഡിസപ്പ് ഈ ജൂൺ മാസം 30-ാം തീയതി അവസാനിക്കുകയാണ്. ജൂൺ മാസം 30-ാം തീയതി അവസാനിക്കുമ്പോൾ അടുത്ത മെഡിസപ്പ് ആരംഭിക്കേണ്ടത്. ആ മെഡിസപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ്
കേരളത്തിലെ പെൻഷൻകാരുടെ സംഘടനകളുമായി ചർച്ച നടത്തണമെന്ന് നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയോടും കൃത്യമായി ആവശ്യപ്പെട്ടു. ഇവിടുത്തെ സിവിൽ സർവീസിലുള്ള സർവീസ് സംഘടനകളെ മെഡിസപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് അവർ വിളിച്ച് എങ്ങനെ വേണം മെഡിസപ്പ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് അവരോട് ആരാഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ 4 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് ഗവൺമെന്റ് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുക എന്നുള്ളത് കേരളത്തിലെ സർക്കാർ പെൻഷൻകാരുടെ സംഘടനകളുമായി ഒരു ചർച്ച നടത്തണം. എങ്ങനെയാണ് മെഡിസപ്പ് പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? ഞങ്ങൾ ധനകാര്യമന്ത്രിക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി. മെഡിസപ്പുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത 3 വർഷം മെഡിസൺ പാടില്ല. അതുകൊണ്ട് അത്തരത്തിൽ നിലപാട് കൈക്കൊള്ളുവാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകണം. കേരളത്തിലെ ഗവൺമെന്റിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ കൂടി കാണണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കണം. അല്ല, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മിനിമം പെൻഷൻകാരാണ് കൂടുതലും. അങ്ങനെയുള്ള ആളുകളെ കൂടി സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടാകണം. ഇന്ന് കേരളത്തിലെ മുഴുവൻ ട്രഷറികൾക്ക് മുന്നിലും സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം വിശദീകരണ യോഗം നടക്കുകയാണ്. ആ വിശദീകരണ യോഗങ്ങൾ 5-ാം തീയതി വരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിനുശേഷം തുടർ പ്രക്ഷോഭത്തെക്കുറിച്ച് ആലോചിക്കും. അതുകൊണ്ട് മുഴുവൻ പെൻഷൻകാരും ഞങ്ങളുടെ ഈ പരിപാടിയുടെ ഭാഗമായി എല്ലാ ക്യാമ്പയിനുകളിലും നിങ്ങളുടെ മുഴുവൻ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തു. ധനകാര്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞത് ഈ രൂപരേഖ സംബന്ധിച്ച് പെൻഷൻകാരുടെ സംഘടനകളുമായി ചർച്ച നടത്തണം. ആ ചർച്ച നടത്തിയിട്ട് മാത്രമേ ഈ മെഡിസപ്പ് പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാവൂ. എന്താ കാരണം? നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായി നമ്മൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ മെഡിസപ്പ്. എന്നാൽ ആദ്യകാലങ്ങളിൽ ആ മെഡിസപ്പ് കൃത്യമായി മുന്നോട്ട് പോയി. വരും കാലങ്ങളിൽ ആ മെഡിസപ്പിന്റെ അപാകതകൾ കൂടിക്കൂടി വന്നു. പെൻഷൻകാരെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പല സ്വകാര്യ ആശുപത്രികളും ഈ സംവിധാനത്തെ നിഷേധാത്മകമായ നിലപാടിലൂടെ കണ്ടു. സർക്കാർ ആശുപത്രികൾ മാത്രമാണ് കുറെയെങ്കിലും നമുക്ക് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിലപാടെടുത്തത്. എന്നാൽ സ്വകാര്യ ആശുപത്രികൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ മെഡിസപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. അങ്ങനെ കിട്ടാനുള്ളപ്പോൾ ഞങ്ങൾ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് ഒരു ആശുപത്രി നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത്. മെഡിസപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ എടുത്ത് കൊടുക്കുകയല്ല. നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് ഏൽപ്പിച്ചത്. ആ ഇൻഷുറൻസ് കമ്പനിയാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ കമ്പനിക്കുണ്ട്. ആ കമ്പനി ചെയ്യാമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ രേഖ സമർപ്പിച്ചത്. എന്നിട്ട് അവസാനം ആ കമ്പനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇപ്പോഴും ഓറിയന്റൽ ഇൻഷുറൻസ് പറയുന്നത് ഇനി അവരെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് എത്രമാത്രം ഗുണകരമാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് തിരിച്ചറിയണം. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ മെഡിസപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ പെൻഷൻകാരെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണൂ. കാരണം ഓരോ നാളുകൾ കഴിയുന്തോറും നമ്മുടെ ആളുകൾ പ്രായം ചെന്നുകൊണ്ടിരിക്കുക. ആ പ്രായം ചെന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാൻ ചെന്നാൽ മിനിമം ഒരു 15,000-20,000 രൂപ വേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രീമിയം വർദ്ധിപ്പിച്ചാലും ആ പ്രീമിയം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും കേരളത്തിലെ മുഴുവൻ പെൻഷൻകാരെ സംബന്ധിച്ചും അവർക്ക് എല്ലാ ആശുപത്രികളിലും കൃത്യമായ ആനുകൂല്യങ്ങൾ കിട്ടുന്ന തരത്തിലായിരിക്കണം ആ മെഡിസപ്പിന്റെ മുന്നോട്ടുള്ള. അത് തീർച്ചയായും ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾ ഈ പെൻഷൻ കാർഡ് നമ്മുടെ ഇടയിലേക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഈ കാര്യങ്ങളുടെ വിശദീകരണ അടിസ്ഥാനത്തിൽ നമ്മൾ തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് പോകാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ പെൻഷൻ പരിഷ്കരണം. ആ പെൻഷൻ പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. വാർത്താമാധ്യമങ്ങളിലൂടെ പല വർത്തമാനങ്ങൾ വരുന്നുണ്ട്. പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ തന്നെ പല സൃഷ്ടികൾ നടത്തുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടിശ്ശിക കിട്ടണം. അതോടൊപ്പം തന്നെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 5 ആണ്ട് പരിഷ്കരണം എന്ന തത്വത്തെ അട്ടിമറിക്കാതിരിക്കുവാൻ, ആ തത്വം കൃത്യമായി കൊണ്ടുപോകാൻ പെൻഷൻ പരിഷ്കരണ കാര്യത്തിൽ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഇപ്പൊ ഇന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് വാർത്തകൾ വന്നു. ഇവിടെ ഒരു പ്രളയം നടന്നാലോ അല്ലെങ്കിൽ കോവിഡ് വന്നാലോ
നമുക്കാരെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ തീരുമാനിച്ചാൽ കേന്ദ്രം പറയും അത് വാങ്ങരുത്, നാണക്കേടാണെന്ന് പറയും. അങ്ങനെ നാണക്കേടാണെന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ മഹാരാഷ്ട്ര ഗവൺമെൻറ് വിദേശത്തു നിന്നും ഫണ്ട് വാങ്ങാനുള്ള അനുമതി നൽകി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ച്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് കാണിച്ച തെറ്റായ സമീപനമാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളെ ഫണ്ടിനെ സംബന്ധിച്ച് ഫണ്ട് എല്ലാവർക്കും, എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകണം. തെറ്റായ തീരുമാനമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വികലമായ സാമ്പത്തിക നയങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഫണ്ടിന്റെ അപര്യാപ്തത, കേരളത്തിനെ എങ്ങനെ വരിഞ്ഞു മുറുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ച്, കേരളത്തിലെ പെൻഷൻകാരെ സംബന്ധിച്ച്, കേരളത്തിലെ സാധാരണ മിനിമം പെൻഷൻകാരെ സംബന്ധിച്ച്, അവരെയൊക്കെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന വളരെ വലിയ ഒരു ബാധ്യതയായി സർക്കാർ കാണാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. സംവിധാനം ഉണ്ടാകണമെന്നും ആ മെഡിസിപ്പിൻ്റെ കാര്യങ്ങൾ വിപുലീകരിക്കണമെന്നും മിക്കവാറും എല്ലാ ആശുപത്രികളിലും മെഡിസിപ്പിൻ്റെ ആനുകൂല്യം കൊടുക്കണമെന്നുമാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ ആശുപത്രി ശൃംഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക സജ്ജീകരണങ്ങളോട് പുതിയ പുതിയ ആശുപത്രികൾ വരുമ്പോൾ ചെറിയ ആശുപത്രികളുടെ എണ്ണം കുറയുകയാണ്. 10 കിടക്കുകളുള്ള ആശുപത്രി, കിടത്തി ചികിത്സ ചെയ്യുന്ന ആശുപത്രികളിൽ മെഡിസിപ്പ് ഇൻഷുറൻസ് നൽകണമെന്നാണ് ഇൻഷുറൻസ് കമ്പനിയുടെ വ്യവസ്ഥ. പക്ഷേ കേരളത്തിലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആ വ്യവസ്ഥകൾ മാറ്റിപ്പുറത്തിക്കൊണ്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. ആ കാര്യങ്ങൾ ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ പ്രക്ഷോഭ പരിപാടിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രക്ഷോഭ പരിപാടികളിൽ എല്ലാ പെൻഷൻകാരും സഹകരിക്കണമെന്നും അങ്ങനെ ഒരു സഹകരണത്തിൽ ഒന്നിച്ചു നിന്ന് നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഈ പ്രക്ഷോഭത്തിൽ എല്ലാവരും കൂട്ടായി ഒന്നു ചേർന്നുകൊണ്ട് വലിയൊരു പ്രക്ഷോഭം നടത്തി ഗവൺമെൻറ് ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രക്ഷോഭ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. सभी श्रेष्ठ SSPC जिंदाबाद, SSPC പ്രക്ഷോഭത്തിൽ, SSPC പ്രക്ഷോഭത്തിൽ മാന്യമായ ഒരു അവകാശങ്ങൾ നേടിയെടുക്കും സമരം ചെയ്യാൻ SSPC മുന്നോട്ട്. DA കുടിശ്ശിക തന്നേ തീരൂ, ക്ഷാമാശ്വാസം തന്നേ തീരൂ, മുനിസിപ്പൽ അപാകത പരിഹരിച്ചേ തീരൂ. SSPC जिंदाबाद, SSPC जिंदाबाद. പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യും, പെൻഷൻകാരുടെ സംഘടന SSPC जिंदाबाद. ഞങ്ങളിലില്ല രാഷ്ട്രീയം, ഞങ്ങളിലില്ല രാഷ്ട്രീയം. പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യും, പെൻഷൻകാരുടെ സംഘടന SSPC जिंदाबाद. DA കുടിശ്ശിക തന്നേ തീരൂ, DA കുടിശ്ശിക തന്നേ തീരൂ, ക്ഷേമാശ്വാസം തന്നേ തീരൂ. പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കുക. പെൻഷൻകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, പെൻഷൻകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, മുനിസിപ്പൽ അപാകതകൾ പരിഹരിക്കുക. SSPC जिंदाबाद, SSPC जिंदाबाद. इनकलाब जिंदाबाद. സ്നേഹം നിറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുകേഷ് അഞ്ചേലിക്കാട്, ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ സഹപ്രവർത്തകരെ, പെൻഷൻ വാങ്ങാനെത്തിയ പെൻഷൻകാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ജൂൺ 2 മുതൽ 5 വരെ സംസ്ഥാന വ്യാപകമായി രക്ഷയുടെ